ഞാനിവിടെ എണ്ണ കാച്ചിയെടുക്കുന്ന ഈ കയ്യൂന്നി വെച്ചാണ്. കാച്ചി എണ്ണ തീർന്നാൽ ഞാൻ ഓർത്ത് ഇന്ന് ഇത് വെച്ച് എണ്ണ കാച്ചിയെടുക്കാമെന്ന്. ഞാനിത് എടുത്തേക്കുന്ന വേരോടുകൂടിയാണ്. ഇത് ചെറുതായിട്ട് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കണം, അല്ലെങ്കിൽ ഇത് ശരി കിട്ടും. മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ ചെറുതായിട്ട് കണ്ടിച്ചിട്ട് മിക്സിക്കകത്തിട്ട് അരയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് കിട്ടും, അല്ലെങ്കിൽ ചിലം പാടായിരിക്കുമേ. വേറെ എണ്ണ എടുക്കുന്നത് അതനുസരിച്ച് നമ്മൾ ഇതിൻ്റെ അളവും കൂട്ടിയെടുക്കണം. എനിക്കിപ്പോൾ കുറച്ച് എണ്ണ ഉള്ളത് ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ. നമ്മൾ ആട്ടിയ എണ്ണയിൽ ഞാൻ മുറുക്കിയെടുക്കുന്നത്. ഇത് നന്നായിട്ട് മുടി വളരും ഇത് ഇട്ട് എണ്ണ കാച്ചി. ഞാൻ കൊച്ചിന് തേച്ചിട്ട് എനിക്ക് നന്നായിട്ട് അവന് മുടി വളരുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നീട് അരച്ചെടുക്കണം. നമുക്കിത് അരച്ചെടുക്കാം. ഇതിപ്പോൾ അരച്ചത് മാത്രമേ ഞാൻ ഇതിനകത്ത് ഒഴിച്ചിട്ടുള്ളൂ. ഇനി വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. എണ്ണ ആട്ടി എടുക്കുമ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് ഇത് കാച്ചി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല വെളിച്ചെണ്ണയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇത് ഞാൻ എണ്ണ ആട്ടി എടുക്കുമ്പോൾ മാത്രം കൂടുതലായിട്ടും പിള്ളേരുടെ മുടിയിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് മാറി വരുന്നതേ ഉള്ളേ. കുറച്ച് അധികം സമയം എടുക്കും ഇതൊന്ന് ആയി കിട്ടണമെങ്കിൽ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അതിൻ്റെ കൂടെ നിന്ന് ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കണേ. തീ റെഡിയില്ലെങ്കിൽ പറ്റിപ്പിടിക്കും. എല്ലാം കനം കൂടിയ ചട്ടി എടുക്കണേ. കനം കുറഞ്ഞത് എടുക്കരുത്, കനം കൂടിയത് എടുക്കുക, അല്ലെങ്കിൽ അത് ആടി കരിഞ്ഞു പോകും. ഇത് നമ്മളിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ട് പതയൊക്കെ മാറി എണ്ണ തെളിഞ്ഞ് ഇത് നമുക്കിനി ഓഫാക്കാം. എന്നിട്ട് ആറാൻ വയ്ക്കാം. ആറി കഴിയുമ്പോൾ അരിച്ച് കുപ്പിയിലാക്കി ഉപയോഗിക്കാം.